ഈ അവധിക്കാലത്തൊരു യാത്ര പോകാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണോ? ഓർഡിനറി സിനിമ കണ്ട കാലം മുതൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ് ഗവിയിലേക്കൊരു യാത്ര പോകണം, അതും ഫാമിലിയോടൊപ്പം. നിങ്ങളും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തം വണ്ടിയിലോ ബസ്സിലോ നമുക്ക് അവിടേക്ക് പോകാം. പക്ഷേ ഗവി യാത്രയിൽ കരുതിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വന്തം വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ പാസ് എങ്ങനെ എടുക്കാം? 25 വണ്ടികളെ മാത്രം കടത്തിവിടുന്ന അവിടെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പാസ് കിട്ടും? നമുക്ക് നല്ല ഭക്ഷണം എങ്ങനെ അവിടെ പോയി കഴിക്കാം? എവിടെയെല്ലാം നിർത്തി കാഴ്ചകൾ കാണാം? ആനയും പുലിയും കടുവയും പക്ഷിമൃഗാദികളും ഒക്കെ നിറഞ്ഞ കാടാണ്. അവയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഈ ഒരു യാത്ര ബോറടിക്കാതെ എങ്ങനെ ആസ്വാദ്യകരമാക്കാം? ഒരു അടിപൊളി ഗവി ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം? എല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഇത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഗവി ട്രിപ്പ് പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഗവി യാത്രയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഗവിയിലേക്കുള്ള യാത്രയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു കേട്ടോ. 4:15 നമ്മൾ പുറപ്പെട്ടു. ഗവിയിലേക്ക് പോയാണ്. ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റ് വഴിയാണ് നമുക്ക് വണ്ടി കയറി പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അത് എങ്ങനെയാണ് അവിടുത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഇപ്പോൾ നല്ല ഇരുട്ടാണ്. ഇപ്പോൾ വെളിച്ചം വന്നതിന് ശേഷം നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട് കേട്ടോ. വെഞ്ഞാറമൂട് പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എന്നാലും രാവിലെ ആവുകൊണ്ട് നമുക്ക് ചെറിയ വണ്ടിയൊക്കെ എപ്പോഴും ഇതിലേക്ക് കടന്നു പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ വെഞ്ഞാറമൂട് വഴിയാണ് പോകുന്നത്. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. 6:20 ആവുന്നു. 4:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ കോന്നി ഫോറസ്റ്റ് ഡിവിഷനുള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശബരിമല റൂട്ടാണ് കേട്ടോ. അധികം വണ്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരാനൊന്നുമില്ല. ശബരിമല സീസണിലാണ് ഇതിലെ കൂടുതൽ വണ്ടികൾ ഓടുന്നത്. ഇതുവരെയും വന്നതെല്ലാം നല്ല റോഡായിരുന്നു കേട്ടോ. MC റോഡിൽ നിന്ന് നമ്മൾ എവിടെ നിന്ന് വാളകത്തുനിന്ന് കട്ട് ചെയ്ത് ശബരിമല ബൈപ്പാസ് പിടിച്ചെങ്കിലും പിന്നെ കയറി വരുന്ന എല്ലാം നല്ല റോഡുകൾ തന്നെയാണ്. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയെ കയറി വന്നതായിരുന്നു. കുറേ നേരം ഇൻ്റർലോക്ക് ഇട്ട റോഡായിരുന്നേ. അത് കഴിഞ്ഞതാ ഈ തടമായി മാറിയത്. വണ്ടി പോവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ ശ്രദ്ധിക്കുക, മെയിൻ റോഡേ മാത്രം പോവുക. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് 4:15 യാത്ര തുടങ്ങിയിട്ട് 7:15 കറക്റ്റ് ഒരു 3 മണിക്കൂർ കൊണ്ട് ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റ് അല്ല കേട്ടോ, ഇത് ഫോറസ്റ്റ് ഓഫീസിന് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ നമുക്ക് മുകളിലായിട്ട് ഈ കാണാം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതിനകത്ത് നമ്മൾ ഫ്രഷപ്പ് ആവാം. ജസ്റ്റ് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള സൗകര്യം ഇതാ ഇവിടെ ഉണ്ട്. 5 രൂപയും, യൂറിനിലാണെങ്കിൽ 5 രൂപയും, ബാത്റൂം ടോയ്ലറ്റിൽ പോകാനാണെങ്കിൽ 10 രൂപയും, അങ്ങനെയാണ് ചാർജ് വരുന്നത്. അതുപോലെ ഈ റോഡ് ഇങ്ങനെ പോയിട്ട് തൊട്ട് താഴെയാണ് ആങ്ങാമൂഴി ടൗൺ വരുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്താണ് ചെക്ക് പോസ്റ്റ് വരുന്നത്. അതിലേക്ക് കയറി വേണം നമുക്ക് ഗവിയിലേക്ക് പോകാൻ. ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഓൺലൈനിൽ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് പാസ് എടുക്കണം. ആ പാസ് ചെക്ക് പോസ്റ്റിൽ കാണിച്ചിട്ട് വേണം നമുക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ടൗണിൽ പോയോ അല്ലെങ്കിൽ ഈ വനശ്രീ കഫേ തുറക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് എപ്പോൾ തുറക്കുമെന്നുള്ള അറിയില്ല. ഇവിടെ ഫുഡ് വരുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് കഴിക്കുക, ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടോ പോവുക. നമ്മൾ ഗവി റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കിട്ടാനൊരു ചാൻസും ഇല്ല. അത് ആകെ ഉള്ളത് KSEBയുടെ ഒരു ക്യാൻറ്റീനാണ്. അത് ഈ അവധി ദിവസങ്ങൾ വരുമ്പോൾ ബസ്സിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബിൻഷാബ്ലോയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗവി കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്താണ് ഗവി എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ വരൂ, നമുക്ക് ഗവി പോയി കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ വനശ്രീ കഫേ. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ബോർഡ് കാണാം, ഗവി എക്കോ ടൂറിസം. കണ്ടോ, ബുക്ക് ഓൺലൈൻ. ഈ ഒരു സൈറ്റിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് ഗവിയിലേക്ക് പോകാനുള്ള പാസ് എടുക്കേണ്ടത്. അതുപോലെ എൻ്റെ എക്കോ ടൂറിസം പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അതൊക്കെ ബുക്ക് ചെയ്യേണ്ടുന്നത് ഈ ഒരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ നമ്പരും ഈ ഒരു സൈറ്റ് അഡ്രസ്സും ഒന്ന് നോട്ട് ചെയ്തോളൂ. നമ്മൾ ഇപ്പോൾ ഞാൻ വന്ന കണക്ക് നമുക്ക് 2 സുഹൃത്തുക്കളെയും കൂടെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വന്ന കണക്ക് വരുമ്പോൾ നമുക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഓടിച്ച് പോകാമെന്നുള്ളതേ ഉള്ളൂ. എന്താ പേര്? എവരും വലിയൊരു യാത്രക്കാരാണ് കേട്ടോ. ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഗവിയിലേക്ക് ഫസ്റ്റ് ടൈമാണല്ലേ? ആ, ഗവി ചെന്നിട്ട് നമുക്ക് ഗവിയിൽ വെച്ചൊന്ന് മീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഗവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് അറിയണം കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അവിടെ നിന്നൊന്നും കൂടെ കണ്ടിട്ട് ചോദിക്കാം. ഈ ആൾക്കാർ ഒരുപാട് ഹൈപ്പ് കൊടുത്ത് പറയുന്നുണ്ടല്ലോ, അത് വാസ്തവമാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം. ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നതാണോ എന്നൊക്കെ. ഈ ചേച്ചിയും ചേട്ടനുമാണ് കേട്ടോ ഇവിടെ ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാർ. അവർ ഫുഡും കൊണ്ട് എത്തിയിട്ടുണ്ട്.
ഓട്ടോ പിടിച്ച് വന്നതല്ലേ? അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരും? അതെ, അവധി ദിവസങ്ങളിലേ ഉള്ളൂ? ദിവസമുണ്ട്. ഇവിടെ വന്ന് എത്ര ഊണ് നിങ്ങൾ കൊണ്ടുവരും? വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ കാണുമല്ലോ അല്ലേ? വേറെ ആൾക്കാരും വരുമല്ലേ? എത്ര രൂപ ഒരു ഊണിന് ചാർജ് ചെയ്യുന്നേ? 140 അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഊണും വാങ്ങിച്ച് പാഴ്സൽ കൊണ്ടുപോയി അകത്ത് പോയി കഴിക്കാൻ പറ്റും. ശരി, ചേച്ചിയുടെ പേര്? ചേച്ചി തുളസിയാണ്. തുളസി ചേച്ചി നമ്പർ പറഞ്ഞോളൂ. 88 48 62 55 79. ഈ നമ്പർ ഞാൻ താഴെ കൂടെ കൊടുത്തേക്കാം. ഇതിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കും. സ്പെഷ്യൽ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? വിളിച്ച് പറഞ്ഞാൽ സ്പെഷ്യൽ അറേഞ്ച് ചെയ്യും. മതി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കണം. ഇതേ ബോർഡ് കണ്ടോ, ഗവി ടിക്കറ്റ് കൗണ്ടർ. ഇതിപ്പോൾ ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ആ ഓൺലൈൻ പാസ് മാറ്റിയിട്ട് ടിക്കറ്റ് ആക്കേണ്ടത്. നമ്മളവിടെ തൗസും അൻസിയും ഇന്ന് നൈസും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾ ഇതിനകത്ത് കിടന്ന് ഉറക്കമാണ്. അവ എഴുന്നേക്കണമില്ല. അവിടെ നിന്ന് കയറിയപ്പോൾ ഉള്ള ഉറക്കം ഇതാ കണ്ട കിടക്കണം കണ്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര? ഇവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു ഇനി അങ്ങോട്ട് പോകാൻ പോണമെന്നിരിക്കാനുള്ളതല്ലേ, അവര് നന്നായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ അതിപ്പോ ഇതിൽ പറയേണ്ട കാര്യമില്ല. ഇതാണ് കേട്ടോ ആങ്ങാമൂഴി ടൗണ്. ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണം. അതിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നിന്നൊരു 400 മീറ്ററേ ഉള്ളൂ നമ്മുടെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിന് അവിടെ നമ്മൾ വണ്ടിയെടുത്തൊന്ന് താഴോട്ട് വന്ന് ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്തെങ്കിലും പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ലഞ്ചിനായിട്ട് നമുക്ക് പാഴ്സൽ എടുക്കുക, അതുപോലെ നമുക്ക് ഊണ് കൊടുക്കുക. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇവിടെ കയറി കഴിക്കുക. ഹോട്ടൽ കാവേരി. ഇതാണ് കേട്ടോ പത്തനംതിട്ടയിൽ നിന്ന് 5:30 6 മണിക്കോ പുറപ്പെടുന്ന ബസ്സാണ്. ബസ്സിൽ പോകുമ്പോൾ ഇതാണ് വരേണ്ടത്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ഈ ബസ്സിന് ഈ 8:30 മണിക്ക് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് കടത്തിവിടുന്നത്. നമ്മളെല്ലാം ഒന്നിച്ചാണ് ഇതിനകത്തേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു 2 ബസ്സാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ നിലവിൽ ഇവിടെ കാണാൻ. ഇതാണ് ഓർഡിനറി, ഗവി ഓർഡിനറി. പത്തനംതിട്ടയിലെ ബസ്സല്ലേ ചേട്ടാ? എത്ര മണിക്ക് എടുക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന്? 6:30. ഒറ്റ ബസ്സല്ലേ ഉള്ളൂ രാവിലെ? 5:30 6:30 ഉണ്ടല്ലേ? 5:30ക്കുള്ള ബസ് അപ്പം കയറി പോയി കഴിഞ്ഞു പോയല്ലേ? അതിനൊക്കെ കടത്തി വിടും. രാവിലെ അടിപൊളി പൊറോട്ട വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുട്ടക്കറി കേട്ടോ. നമ്മുടെ ഹോട്ടൽ കാവേരിയിലാണ്. അപ്പോൾ നമ്മളിത് കഴിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു 2 സെറ്റ് പാഴ്സൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ പൊറോട്ടയും ഇഡ്ഡലിയും കടലക്കറിയും ബീഫും മുട്ടക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമുക്ക് വരാൻ പറ്റുന്നൊരു ഷോപ്പാണ് കേട്ടോ. അത് കഴിക്കട്ടെ. നമ്മുടെ ബില്ല് കണക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 പേര് കഴിച്ച് 2 പാഴ്സൽ കൊടുത്തത് എത്രയാണ് കേട്ടോ? 500 രൂപയായുള്ളൂ കേട്ടോ. വളരെ റീസണബിൾ റേറ്റിലാണ് കേട്ടോ ഫുഡ് കിട്ടണത്. ധൈര്യമായിട്ട് ഗവിയിൽ വരുന്നവർക്ക് ഇവിടെ വന്ന് കഴിക്കാം. ഈ ചേട്ടനെ നോക്കി വെച്ചോളൂ, ഹോട്ടൽ കാവേരി. നമ്മളിതാ പാഴ്സലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ കാട്ടിനകത്ത് കയറാൻ പോവുകയാണ്. കാട് കയറാൻ പോവുകയാണേ. പ്ലാസ്റ്റിക് കവറിലാണ് തന്നിരിക്കുന്നതെങ്കിലും നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒന്നും കാട്ടിനകത്ത് ഉപേക്ഷിക്കില്ല. ഇതെല്ലാം അതേപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗവി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടർ ചേട്ടനും. നിങ്ങൾ തന്നെയാണോ സ്ഥിരം? അതെ. അപ്പോൾ നമ്മുടെ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മനോജ്. എവിടെ സ്ഥലം? ആറന്മുള. ചേട്ടൻ്റെ പേരോ? ഷാജി. ശരിക്കും ഫസ്റ്റ് ബസ്സിന് പോകുമ്പോഴാണ് കുറച്ചും കൂടെ ഫീൽ അല്ലേ? 5:30 മണിക്ക് പോകുമ്പോൾ. ശരി ചേട്ടാ, കാണാം. നമ്മൾ പുറകെ ഉണ്ട്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത ഡീറ്റെയിൽസ് അടങ്ങിയ സ്ലിപ്പാണ് കേട്ടോ ഇത്. ഇതിനകത്ത് എല്ലാവരുടെ പേരും പേയ്മെൻറ്റ് നമ്മൾ 3 പേർക്ക് 3 അഡൾട്ടിന് വന്നിരിക്കുന്ന 360 രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഇത് വരുന്നത്. ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഒരു ദിവസം 30 വണ്ടിയെ മാത്രമേ ഇതിനകത്തേക്ക് ഓൺലൈനിലൂടെ പാസ് തന്ന് കടത്തി വിടുള്ളൂ. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാമെന്നുള്ളത് അത് ഞാൻ എടുത്ത രീതി ഞാൻ വഴിയെ കാണിക്കാം. ഹൈസു പോയി ടിക്കറ്റ് എടുക്കാം. എവിടെ പോയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്? ആ പട്ടിയെ പേടിയുണ്ടോ? ഇല്ല. ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് ആക്കേണ്ടുന്നത്. ഇപ്പോൾ താഴെ അത് പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അവിടെ ഒരു ഇതാണ് വനശ്രീയുടെ ഒരു കൗണ്ടറും അതൊക്കെ ഉള്ളതാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ കയറി ടിക്കറ്റ് ആക്കേണ്ടത്. ഈ ഫോമിൽ നമുക്ക് ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ പേരും വയസ്സും അഡ്രസ്സും എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഇവിടെ വന്ന് നമ്മൾ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങണം കേട്ടോ. ടിക്കറ്റ് വേണം നമ്മൾ ചെക്ക് പോസ്റ്റ് കാണിക്കും. ആ ടിക്കറ്റ് ചെക്ക് പോസ്റ്റ് കാണിക്കണം അല്ലേ അവിടെ. അപ്പോൾ നമ്മുടെ പാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. നമുക്കങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ല, ആ ചേച്ചിയുടെ അടുത്തുനിന്ന്
ഫുഡ് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പോയി ഫുഡും കൂടെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോകാം. ചേച്ചിയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണം കേട്ടോ, രാവിലെ എഴുന്നേറ്റ് പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. എൻ്റെ കൂടെ ഉള്ളോളം മേളിൽ ആ അത് പറഞ്ഞു, അവിടെ പറഞ്ഞു. വേറെ ആൾക്കാർ വരുമോ ഫുഡും കൊണ്ട്? ഉണ്ടല്ലേ. ഇങ്ങനെ വനശ്രീ കഫേ എന്ന് ഫുഡൊക്കെ എടുത്ത് നമ്മളത് ഗവിയിലേക്കുള്ള യാത്ര തിരിച്ചു. അങ്ങനെ ടിക്കറ്റും എടുത്ത് നമ്മൾ ആങ്ങാമൂഴി ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഇത് ആ ഗവിയിലേക്ക് പോകുന്നത്. റൈറ്റിലോട്ട് പോകുമ്പോഴാണ് ആ കട ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോയിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണമെന്ന് തോന്നുന്നു. ഇനി കറക്റ്റ് എത്ര കിലോമീറ്റർ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇപ്പോൾ എത്ര കിലോമീറ്ററായി? ഇപ്പോൾ 137 കിലോമീറ്റർ ഓടി. ഗവിയെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് ഞാൻ അപ്പോഴും പറയാവേ. ഇതാ വനത്തിലോട്ട് കയറുന്ന കേട്ടോ. അതാ കണ്ടോ വനം തുടങ്ങി. ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഷൂട്ട് ചെയ്യും. ഇതാ അതാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് തുറന്നിട്ടേക്കും അവരിവിടെ. ഇതാണ് കേട്ടോ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ ആ ടിക്കറ്റ് കാണിക്കണം, നമ്മുടെ ടിക്കറ്റ് നമ്പർ എഴുതും, എത്ര പേരുണ്ടെന്നുള്ള അവർ രജിസ്റ്ററിൽ എഴുതും, നമ്മുടെ ID കാർഡ് ചോദിക്കും, ഫോൺ നമ്പർ ചോദിക്കും, ഫോൺ നമ്പർ കൊടുക്കണം. ഇനി കുറച്ച് ചെക്ക് പോസ്റ്റുകളുണ്ട്, പോലീസിലേക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഒത്തിരി ഡാമുണ്ട് നമുക്ക് കാണാൻ. അപ്പോൾ ഡാമിലൊക്കെ കയറുമ്പോൾ അവർ ചെക്ക് ചെയ്യും. അപ്പോഴല്ലേ നമുക്ക് ഈ ഒരു ടിക്കറ്റ് കാണിച്ചാൽ മതിയെ. വള്ളക്കടവ് വരെ ഈ ടിക്കറ്റ് തന്നെയാണ് നമുക്ക് കാണിക്കേണ്ടത്. മോനെ പറയട്ടെ, ഇതിലെ ഓപ്പോസിറ്റ് ഇങ്ങനെ KSEBയുടെ വണ്ടികൾ വരും കേട്ടോ. ഇത് മാത്രമല്ല ഇനിയൊക്കെ വണ്ടി വരാനുണ്ട്. ഒരുപാട് നമ്മൾ ഈ കയറി പോകുന്ന കാറിനൊന്നും ഒരിക്കലും ഇതിലെ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇതിലേ കയറി അതിലെ ഇറങ്ങി അങ്ങ് പോകാനേ പറ്റൂ. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് വണ്ടികൾ മാത്രമാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. പിന്നെ KSRTC കുമിളിയിൽ നിന്ന് എടുക്കുന്ന ഒരു പത്തനംതിട്ട ബസ് കൂടി വരാനുണ്ട്. 5:30 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെ 5:30 മണിക്ക് വെളുപ്പിന് 5:30 മണിക്ക് കുമിളിയിൽ നിന്നും ഒരു KSRTC ബസ് എടുക്കും. അത് ഇതുവഴി വന്ന് പത്തനംതിട്ടയ്ക്ക് പോകും. നിങ്ങളിപ്പോൾ ബസ്സിൽ ഗവി കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഇതിലെയുള്ള യാത്ര കറക്റ്റ് ആസ്വദിക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നേരെ പത്തനംതിട്ട വരുന്നേക്കാട്ടി നിങ്ങൾ നേരെ കുമിളിയിൽ വരിക. എന്നിട്ട് കുമിളിയിൽ സ്റ്റേ ചെയ്തിട്ട് വെളുപ്പിന് 5:30 മണിക്കുള്ള ബസ് കയറുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഗവിയിലെത്തും. അനിമൽസിനെയൊക്കെ കാണാനുള്ള സാധ്യത അപ്പോഴും കൂടുതലാണ്. നല്ല രസം കേട്ടോ. ഇവിടെ കിളികളുടെ സൗണ്ടും ഇതൊക്കെ ആയിട്ട് നമുക്ക് പോകാം. അതിൻ്റെ കൂടെ നമ്മുടെ ഹൈസു കിളിയുടെ സംസാരമാണ് രക്ഷയില്ലാത്ത. ഹൈസുവേ, കാട് കണ്ടാ? ഇതാണ് കാട്. കണ്ടായിരുന്നാ? അതാണ്ട് ആനപ്പിണ്ടം കിടക്കണണ്ട, ഫ്രഷ് ആനപ്പിണ്ടം. ഇത് കണ്ടോ, ഈ നമ്മുടെ ഇപ്പം നമ്മൾ ഓടി പോകുമ്പോഴത്തേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അരുവിയാണ്, ഒരു കുഴിയാണ്. റൈറ്റ് സൈഡിലോട്ട് ഒരു കയറ്റം പോലെ മുകളിലോട്ട് ഒരു കുന്നുമാണ്. അതിന് നടുവിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനടുത്ത അനിമൽസ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണത്തില്ല. ഇവിടെ ഇറങ്ങി നിൽക്കാൻ പാടില്ല. പിന്നെ അനിമൽസിൻ്റെ ഇടയിൽ നിന്നാലും നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകണം. ആനപ്പിണ്ടം കണ്ട, ആനപ്പിണ്ടം. ആ സീറ്റ് ബെൽറ്റ് ഊരിയിടരുത്. അവ അങ്ങനെ പലതും പറയും. നമ്മളെപ്പോഴും നമ്മൾ ആ റോഡ് നിയമം പാലിച്ച് മാത്രമേ വണ്ടി മാക്സിമം ഫോൺ അടിക്കാതെ നമുക്ക് പോകാം. എന്നാലും വളവാണ്, വണ്ടി വരാൻ സാധ്യതയുണ്ട്. മയില് പീക്കോക്കിനെ കണ്ടാ? ആന വെള്ളം കുടിക്കാനായിട്ട് എവിടെയാണ് മോനെ പോണത്? ആ, കുളത്തിലല്ല, താഴത്തെ. ആന എന്താണ് ചെയ്യുന്നത് കുളത്തിൽ പോയിട്ട്? വെള്ളം കുടിക്കും. നേരത്തെ വെള്ളം കാച്ചു വെച്ചിട്ട് ആണെങ്കിൽ എങ്ങനെ ആക്കും? ഒരു കാര്യം പറയാ, ഒരു ദാണ്ടേ മതിയുടെ. ഇത് ദാണ്ടേ 3-4 ദാണ്ടേ വേണ്ട കേട്ടോ. അതുകൊണ്ട് നോക്കിക്കോ, വല്ലോ എന്തോ ഒന്ന് റോഡിൽ കിടക്കണ. അതെന്തോന്ന്? മങ്കിയോ എന്തോ തുണിയാണ്. അതെന്തോന്ന്? നോക്കാം. വണ്ടി ഇറങ്ങില്ലേ? കുറച്ചിങ്ങനെ ഓടി വന്നപ്പോഴേ കുറേ മിഷനറി ഇതൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. അതുകൊണ്ടേ അവിടെയൊക്കെ പണ്ടെന്തോ പണി നടന്ന സമയത്തെ കൊണ്ടിട്ടതാണ്. പണി കഴിഞ്ഞിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോയില്ല, ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ.
വണ്ടി ഇറങ്ങിപ്പോയി വൃത്തിയാക്കിയിരിക്കുന്ന ഒരു ഇതും കാണാം. അതുകൊണ്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കാണാം. ഇത് പണ്ട് ഇവിടെ ഡാം പണിതപ്പോൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിരുന്നത് അങ്ങനെ എന്തൊക്കെയാണിത് പണ്ടേ. ഇതാണ്ട് ഇത് പണ്ട് ജനറേറ്ററാണിത്. ഡീസൽ ജനറേറ്ററോ കൽക്കരിയോ കൊണ്ട് വെച്ചുള്ള ഇത് ഉണ്ടാക്കുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ജനറേറ്റർ സെറ്റായിരുന്നു ഇത്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക ഇവിടെ പണ്ട് ഡാമിൻ്റെ പണി നടന്നപ്പോഴേ അതിനുവേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്, ബ്രിട്ടീഷുകാർ ചെയ്തതാണിത്. കണ്ടോ എന്ത് ഹെവി ഐറ്റം നോക്കിയേ. അന്നത്തെ ടെക്നോളജി അത് പിന്നെ ഉപേക്ഷിക്കപ്പെട്ടങ്ങ് പോയി. നമുക്ക് ഈ റോഡേ പോകുമ്പോൾ ഇങ്ങനെ നോക്കാം കേട്ടോ. ഈ ഫോറസ്റ്റിനകത്തോട്ട് കയറാനോ ഫോറസ്റ്റിനകത്തേക്ക് ഉള്ളിലേക്ക് പോയി വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല. അത് നിയമവിരുദ്ധമാണ്. നമ്മൾ ഈ പത്തനംതിട്ട ബസ് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ കേട്ടോ. അത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ക്യാമറ എടുത്തപ്പോഴത്തേക്ക് അത് പാഞ്ഞ് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്രീ ആണ്, ഇനി വേറെ ബസ്സൊന്നും വരാനില്ല. നമ്മളങ്ങനെ ഫസ്റ്റ് ഡാമിനടുത്തെത്തി കേട്ടോ. KCBയുടെ ആണ് മൂഴിയാർ ഡാം. ഗവി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് മൂഴിയാറിലേക്കാണ്. മൂഴിയാർ ഡാമാണ്. ഡാമിന് മുകളിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ ആള് നിന്ന് വണ്ടി നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കും. അങ്ങനെ ഫസ്റ്റ് ഡാം നമ്മൾ കയറുകയാണ് കേട്ടോ. ഈ ഗവി യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡാമുകളുടെ മുകളിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അഞ്ച് ഡാമാകണ്ട ഇതിനകത്ത് മൊത്തം കൂടെ നമുക്ക് കാണാനുണ്ട്. അതിൽ 4 എണ്ണത്തിന് മുകളിൽ കൂടെയാണ് വണ്ടി പോകുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന മൂഴിയാർ ഡാമിൻ്റെ റിസർവോയർ ആണ്. ഇതാണ് കേട്ടോ മൂഴിയാർ ഡാമിൻ്റെ റിസർവോയർ ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാഭയും. പ്രകൃതി മരണീയം അല്ലേ? പ്രകൃതി മരണീയം അല്ലേ? സൂപ്പറല്ലേ? ഈ ഒരു ഒറ്റ കവറുകൾ വെളിയിൽ കളയല്ലേ, എല്ലാം ഇതിനകത്ത് തന്നെ ഇട്ടേക്കണം. നമുക്ക് വീട്ടിൽ പോയിട്ട് എടുത്ത് കളയാം. കാട്ടിനകത്തൊന്നും ഇടാൻ പാടില്ല കേട്ടോ. കാട് ശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു ഡാമും കൂടെ വരാനുണ്ട്. ഇതാണ് റിസർവോയർ. ഇത് മൂഴിയാറിൻ്റെ കക്കി ഡാം കേട്ടോ. ഇവിടെ നിന്ന് 23 കിലോമീറ്റർ ഉണ്ട് കക്കി ഡാം. നമുക്ക് എങ്ങോട്ടാണ്? കക്കി ഡാം ഇങ്ങോട്ടാണ് വേണ്ടുന്നത്. ഗവി നമുക്ക് വേണ്ടുന്ന ലെഫ്റ്റിലേക്കാണ്. മുകളിലോട്ട്. ശരി. മൂഴിയാർ KC ബോർഡ് 220 kV സബ്സ്റ്റേഷൻ ഇതിനകത്താണ്. ഈ ലെഫ്റ്റിലോട്ട് കയറി റൈറ്റിലോട്ട് കയറി പോകുന്ന വഴി. കാട്ടിനകത്ത് എന്തുകൊണ്ട്? ആന, മുയല്, പുലി, ലയൺ, സിംഹം. ലയണ് സിംഹം ഒന്നല്ലേ? സിംഹം. സിംഹം. ലയനും സിംഹവും ഒന്നല്ലേ? ഇതിൽ ഏതിനെയൊക്കെ മോ കണ്ട്? ഇപ്പോഴാ ഈ കാട്ടിൽ കയറിയിട്ട് വല്ലതിനെ കണ്ടാ? എന്തിനെ കണ്ട്? അടിപൊളി. മോന് ഓർമ്മയുണ്ട്. പീക്കോക്കിനെ മാത്രം നമ്മൾ കണ്ടല്ലേ? പിന്നെ വാലാട്ടിക്കിളിയെ കണ്ടില്ലേ? വാലാട്ടിക്കിളിയെ കണ്ടു. എല്ലാരും നോക്കിക്കോ. അതുപോലെ മൃഗങ്ങളെ കാണിച്ച് തരാൻ പറയാ. KCB ക്യാൻറ്റീൻ ദൂരം 5 മീറ്റർ. ഇവിടെ ഒരു KCBയുടെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടാ. മുകളിലോട്ട് കാണിയില്ലേ? കാണിച്ചു. ഇവിടെ കൊടികൾ മൊത്തം. ഇവിടെയാണ് ഫുഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു സ്ഥലം. ഈ ക്യാൻറ്റീൻ ഉണ്ടോ? ഇവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാം. ഫുഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തീർന്നു പോകും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ടേ വരണം. വാങ്ങിച്ചോണ്ട് വന്നാലേ നമുക്ക് ഫുഡ് കാണുകയുള്ളൂ. ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ഇതാണ് മോനെ പെൻസ്റ്റോക്ക് പൈപ്പ്. ഇതാണ്ട് ഇങ്ങനെ പോയിരിക്കുന്നുണ്ട് പുറകിലോട്ട്. ഇത് ഡാം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മൂഴിയാർ ഡാം കണ്ടില്ലേ?
അതേ കണക്കുള്ള ഡാമുകളിൽ വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇതേ കണക്കുള്ള പൈപ്പിൽ കൂടെ ഈ വെള്ളത്തിനെ കടത്തി വിടും. ഇത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം. വെള്ളം വെച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന വൈദ്യുതി എല്ലാം, നമുക്ക് കിട്ടുന്ന വൈദ്യുതിയിൽ ഭൂരിഭാഗവും ഉണ്ടാക്കുന്നത് വെള്ളം വെച്ചിട്ടാണ്. ഈ ഡാമുകളുണ്ടല്ലോ, ഡാമിലെ വെള്ളം ഇതിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ടർബനുണ്ട്, ടർബനിൻ്റെ ഫാനുണ്ട്. അതിലേക്ക് ഈ വെള്ളം ശക്തിക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ ടർബൻ കറങ്ങും. ടർബൻ കറങ്ങുമ്പോഴത്തേക്കും വൈദ്യുതി ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മോൻ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും, വലുതാകുമ്പോൾ ഫിസിക്സിൽ പഠിക്കും. അപ്പോൾ ഓർത്ത് വെച്ചതാ, ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് കേട്ടോ. ജലവൈദ്യുതിയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ മെയിൻ ഒരു കാര്യമാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ്. ഇത് കണ്ട, ഇത് വലിയ പൈപ്പാണ്. ഇതിനകത്ത് കൂടെ ഒരാൾക്ക് കയറി ഇങ്ങനെ നടക്കാം. ഇതിൽ ഫുൾ ടൈറ്റിൽ ഫുൾ പ്രഷറിലാണ് വെള്ളം പോകുന്നത്. കണ്ട, ഇതിൻ്റെ പേരാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. എന്താണ് പെൻസ്റ്റോക്ക് പൈപ്പ്? മോൻ ഇഷ്ടപ്പെട്ടാ? ഇവിടെ 2 പാളവും കാണാം, അവിടെ ഉണ്ട് 2 പാളവും. ഇതൊക്കെ ഇത് ചെയ്യുമ്പോഴും മതിയല്ലോ, ഇത് ആദ്യമായിട്ട് നിർമ്മിക്കുമ്പോഴേ ഇതെല്ലാം ആവശ്യമുണ്ട്. ഇവിടെ കാണുന്ന പല സാധനങ്ങളും ഇങ്ങനെ കിടക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാലേ, പിന്നെ ഇത് ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടല്ലേ, വനമല്ലേ. അന്ന് ഇത്രയും വികസിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആളും വരവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അന്ന് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഇത് ചെയ്ത് അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ മുന്നോട്ട് ഓടി വന്നു കേട്ടോ. മുന്നോട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡാമിൻ്റെ റിസർവോയർ വന്നേ. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയത്. അതാണ് റിസർവോയർ കാണുന്നത്. വേറൊരു കാര്യം കാണിച്ചിട്ടെ, ഇത് കണ്ടോ, കാട്ടിനകത്ത് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നും ഇടരുതെന്ന് പറഞ്ഞിട്ട് എന്തോരം വേസ്റ്റും പ്ലാസ്റ്റിക്കുമാണ് ഇവിടെ കിടക്കണേന്നുണ്ടോ. ആൾക്കാർ വന്ന് നശിപ്പിച്ചിട്ടേക്കും. അത് സ്മെല്ലും വെള്ളത്തിൻ്റെ കുപ്പിയും പേപ്പറും കവറും അങ്ങനെ എല്ലാം നശിച്ച് കിടക്കണുണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പുൽത്തകിടി പോലൊരു സ്ഥലമാണ് കേട്ടോ. മുമ്പ് ഞാൻ വന്നപ്പോൾ ആ ഭാഗത്തായിട്ടാണ് ആനയെ കണ്ടത്. ഇന്നിപ്പോൾ ആനയൊന്നുമില്ല. ഇവിടുത്തെ ഒരു മരത്തിൽ കയറി ഇവരെല്ലാണ്ട് കളി തുടങ്ങി. പിന്നെ അതൊക്കെ ആവട്ടെ, അങ്ങനെയൊക്കെ എൻ്റർടൈൻ ചെയ്തങ്ങ് പോകും, അല്ലാതെ പറ്റൂല. ആർക്ക്? താസുവിന് മരത്തിൽ കയറാൻ അറിഞ്ഞൂടാ? ഒരു സൗണ്ട് കേൾക്കും. നമ്മളങ്ങനെ താഴോട്ട് എത്തി കേട്ടോ. ഇതേതാണ് കക്കി റിസർവോയർ, കക്കി ഡാമിൻ്റെ അടുത്തെത്തിയേ. ഇനി നമ്മൾ കക്കി ഡാമിലൂടെയാണ് കയറി പോകുന്നത്. ഓർഡിനറി സിനിമ ഷൂട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ശരിക്കും ഓർഡിനറി സിനിമ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി നിന്നത് കക്കി ഡാമിന്റെ റിസർവോയറിലാണ്. ഇങ്ങോട്ട് ചെയ്തു സഞ്ജു സാംസൺ എങ്ങനെയാണ് ഇപ്പോൾ വിഴിഞ്ഞറിയപ്പെടുന്നത്? അങ്ങനെ കക്കി ഡാമും കഴിയാൻ പോവുകയാണ്. ആ കക്കി ഡാമിന്റെ വെളിയിലേക്ക് നമ്മൾ ഇറങ്ങിയാണ്. ഇതിന് മുകളിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഓടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തങ്ങ് പോയതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡാമും പരിസരവും ക്യാമറ നിരീക്ഷണത്തിലാണ്. ഡാം സേഫ്റ്റി മൂഴിയാർ. ഇവിടെ ഒരു ചെറിയ കാണിക്കപ്പെട്ടിയ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ എന്തോ ഉണ്ട് കേട്ടോ. ഇതാണ് സർപ്പക്കാവാണ്. ഇതേ കക്കി ഡാം കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കേട്ടോ. ഇത് കണ്ടാലേ മനസ്സിലാവും ഇതൊരു പാറക്കോറിയായിരുന്നു, പാറ പൊട്ടിച്ചാണ്. വെളിയിലേക്ക് കൊടുക്കാനല്ല കേട്ടോ, ഇവിടുത്തെ ഡാം നിർമ്മാണത്തിന് വേണ്ടി പാറ പൊട്ടിച്ചെടുത്ത സ്ഥലമാണ് ഈ കാണുന്നത്. ഒരു മൈതാനം പോലെ കിടക്കും കേട്ടോ. ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ആരും ഇല്ലല്ലോ കളിക്കാൻ. അതിന് നമ്മൾ വീണ്ടും അടുത്ത ഡാമിലെത്തി. അടുത്ത ഡാം ഏതാണ് പറയാമോ? ആനത്തോട് ഫ്ലാങ്കിങ് ഡാം. അതെന്തോണ് ഈ ഫ്ലാങ്കിങ് ഡാം? ഈ ഡാമിന് എന്തോ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതൊരു ഡാമാണ് കേട്ടോ, ആനത്തോട് ഡാം.
എല്ലാ ഡാമും ഏകദേശം ഒരുപോലെ തന്നെ. ഇതിന്റെ പേരെന്തോ ഫ്ലാങ്കിങ് ഡാം അതൊന്ന് നോക്കണം കേട്ടോ, എന്താണ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഫ്ലാങ്കിങ് ഡാം അവിടെ പോലീസ് കാണും കേട്ടോ. എല്ലാ ഡാമിന്റെ മണ്ടയിലും പോലീസ് ഉണ്ടാവും, ചെക്ക് ചെയ്യും, എഴുതി വെക്കണം, പോകണം. ഫ്ലാങ്കിങ് ഡാം എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരും പറഞ്ഞു തന്നെ കേട്ടോ, എല്ലാ ഡാമിന്റെയും ഷട്ടറുള്ള ഡാമിനെല്ലാം സെൻട്രലിൽ ഷട്ടറായിട്ടല്ലേ ഇരിക്കുന്നത്, ഇതൊരു സൈഡിലായിട്ട് മാറ്റിയാണ് ഷട്ടർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലാങ്കിങ് ഡാം എന്ന് പറയുന്നത്. ഈ ഒരു കാണുന്ന ഇതിന്റെ ഷട്ടറാണ് കേട്ടോ. ഇവിടെ വെള്ളം ഇത്രയും ഫില്ലായി വരുമ്പോൾ മാത്രമേ ഈ സൈഡ് ഇപ്പോൾ നമുക്ക് കാണാം. അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് കാണിക്കാൻ പറ്റും. തിരിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്ത് തോന്നി. ഡാം കയറി ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞു വന്നാ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഫില്ലായിട്ട് ഈ സൈഡ് വഴിയാണ് ഇതിൻ്റെ ഷട്ടർ പോകുന്നത്. അതാണ് ഈ ഡാമിൻ്റെ പ്രത്യേകത. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. കൊള്ളാം, നൈസ്. നമ്മൾ കുറച്ച് ദൂരം ഓടി വന്നിട്ട് ഒന്ന് നിർത്തി കേട്ടോ. വണ്ടി സൈഡിലേക്ക് ഒന്നാക്കി. ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ട്, അങ്ങനെ കയറി വന്നാൽ ഈ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നു. പക്ഷേ ബാത്റൂമൊക്കെ നശിച്ച് കിടക്കുക. സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് പേരയ്ക്ക് ഏതാണ്ട് ആരും അവിടെ പറിച്ച് വെച്ചേക്കുന്നു. അതാണ്ട് ഇവിടെ ജാമ്പ മരം നിൽക്കുന്നു. അങ്ങനെ ജാമ്പ പറിക്കാനായിട്ട് പോയതാണ് ഇവർ. അവിടെ പാമ്പോ വല്ലോ ഒക്കെ കാണും കേട്ടാ. ഡേയ് പിടിച്ചോ. അപ്പോൾ നമ്മൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് ജാമ്പയ്ക്കൊക്കെ പറിച്ച് കുറച്ചൊന്ന് കഴിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. ഇവിടെയാണ് ഗവിയുടെ കുറച്ച് കാണാൻ ഭംഗിയുള്ള സ്ഥലം. ഈ പുൽക്കാടുകളും പുൽ നിറഞ്ഞ കുന്നുകളും അതിൻ്റെ കൂടെയുള്ള റോഡും. പിന്നെ പക്ഷെ കൊടും വെയിലാണ് കേട്ടോ. ഈ സമയത്തൊക്കെ വരുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇനി അങ്ങോട്ട് വെക്കേഷൻ വരുന്നവരെ ശ്രദ്ധിക്കുക, നല്ല ചൂടായിരിക്കും. ഇതേണ്ട ഈ ചെടിയുണ്ട്, ഈ തെങ്ങ് പോലെ വയ്ക്കുന്ന ഈ ചെടി, ഇതിലാ കാവുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നിലം തെങ്ങെന്ന് പറഞ്ഞത്, നിലം തല്ലിക്ക എന്ന് പറയുന്ന പണ്ട്. അങ്ങനെയാണോ എന്നറിയില്ല, നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ പറയുന്നത്. അതിൽ കാ നിൽക്കുന്നുണ്ടോ, അതിഞ്ഞ് പഴുക്കുമ്പോൾ അതിപ്പോൾ പച്ചയാണ്, പഴുക്കുമ്പോഴത് കറുത്ത കളറിലേക്ക് വരും, ഈന്തപ്പഴം പോലെ. നല്ല രസമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. അതാ ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളാണ് അതേണത്തെ ചെടി നിൽക്കുന്നത്. ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ, ഗവിയിലേക്ക് എത്തുന്നത് കേട്ടോ. ഗവിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിപ്പോയി അവിടെ അകത്ത് ഇത് കൊടുത്തിട്ട് വരണം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. നമ്മൾ ആങ്ങാമൂഴിയിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ഇവിടെ വന്ന് കഴിയും. ഇവിടെ നമുക്ക് 85 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഐഡിയും കാണിച്ച് നമ്മുടെ ടിക്കറ്റും കാണിച്ച് 85 രൂപയുടെ ഒരു പാസ് എടുക്കണം. എന്നിട്ട് വേണം പോകാം. ആ പാസ് വേണം ഇനി വള്ളക്കടവിൽ കൊടുക്കാനായിട്ട്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി 10 കിലോമീറ്ററാണ് ഗവിക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പേരയ്ക്കൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പോവുക. അടുത്ത് നമ്മൾ പമ്പ ഡാമിലെത്തി കേട്ടോ. പമ്പ ഡാം, ഇത് പമ്പ നദിയാണല്ലേ ഈ വഴി പോകുന്നത്. അതാണ് കേട്ടോ പമ്പ ഡാം. ചെറിയ ഡാം, ഇതെല്ലാം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ കയറത്തില്ല, അതിന് മുകളിൽ കൂടെ അല്ല പോകുന്നത്, റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത് 4ാമത്തെ ഡാം അല്ലേ. ഗവിയിൽ ആള് താമസമുണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നില്ല. ഇത് നമുക്ക് ഇതിലേ കയറി ആങ്ങാമൂഴി കൂടെ കയറി വള്ളക്കട വഴി ഇറങ്ങി പോകാനേ പറ്റുള്ളൂ, തിരിച്ചു വരാൻ പറ്റത്തില്ല. പബ്ലിക്കിൻ്റെ ബൈക്കോ ഓട്ടോയോ ഒന്നും വിടില്ല. കാറിന് പെർമിറ്റ് എടുത്തേ പോകാൻ പറ്റുള്ളൂ. ആ പെർമിറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ വേണം എടുക്കാൻ. അത് 3 ദിവസം മുൻകൂട്ടിയാണ് അതിൻ്റെ ബുക്കിംഗ് വരുന്നത്. അതായത് ഇന്നിപ്പോൾ 2-ാം തീയതി നിങ്ങൾക്ക് അതിൻ്റെ പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 31-ാം തീയതി എടുക്കണം. 31-ാം തീയതി രാത്രി 12 മണി ആകുമ്പോഴത്തേക്കാണ് അത് ഓപ്പൺ ആവുന്നത്. ആ രാത്രി 12 മണി സമയത്ത് തന്നെ കാത്തിരുന്ന് അത് അപ്പോഴെടുക്കുകയാണെങ്കിൽ കിട്ടും. അല്ല പിറ്റന്നത്തേക്ക് വെച്ച അവധി ദിവസമൊക്കെ ആണെങ്കിൽ പാസ് തീർന്നു പോകും. 25 വണ്ടിക്കെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് കേട്ടോ, കൊടുക്കുകയുള്ളൂ. പിന്നെ വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അടുത്ത ബന്ധവും പരിചയമുണ്ട്. അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇവിടെ വരുമ്പോൾ ആങ്ങമൂഴിയിൽ വന്നിട്ട് അവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ മതി. ആ പൈസ അടച്ച് ടിക്കറ്റ് എടുത്താൽ മതി. ചേട്ടാ, ഇതിനകത്തുള്ളൊരു സ്പെഷ്യൽ ഒരു മരം ഇല്ലേ, ന്യൂ ഹെഡ് കഴിഞ്ഞോ? അത് എവിടെയാണത്? മുകളിലോട്ട് പോകുന്നു, റോഡിന്റെ സൈഡിൽ തന്നെയാണോ? അതെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അത് എങ്ങനെ അറിയാൻ പറ്റും? ആ മരം ഏതാണെന്നുള്ളത്? അങ്ങനെ നമുക്കത് കാണിച്ചു തരാനായിട്ട് ഇവിടുത്തെ ഒരു ചേട്ടൻ കയറിയിട്ടുണ്ട് കേട്ടോ. പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നിൽക്കുക ഇലക്ഷൻ വർക്കിൽ. എപ്പോഴാണ്, എന്താ പേര്? ചന്ദ്രകുമാർ.
നിങ്ങൾ തമിഴാണോ? തമിഴുണ്ട്, മലയാളമുണ്ട്. മലയാളം ഉണ്ടല്ലേ. ഇത് പഴയ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് സെറ്റിൽമെന്റ് ചെയ്ത ആൾക്കാർ. അപ്പൊ നിങ്ങളുടെയൊക്കെ പൂർവികര് ശ്രീലങ്കയിൽ, അച്ഛൻ ശ്രീലങ്ക, തമിഴ്നാട്. അമ്മ തമിഴ്നാട്ടാണല്ലേ. ബന്ധുക്കളൊക്കെ ഉണ്ടോ ശ്രീലങ്കയിൽ ഇപ്പോഴും? അതെ, ആ ഒരു തലമുറയിൽ വെച്ച് കുറച്ച് പേരുണ്ട് ഇവിടെ. താമസിക്കുന്ന കുറച്ച് പേരുണ്ട് ഉണ്ടല്ലേ. അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. എന്തോ പേരെന്തോ പറഞ്ഞു? ചന്ദ്രകുമാർ. ചന്ദ്രകുമാർ. നമ്മൾ അങ്ങോട്ട് പോവാം, മരം ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഈ ചേട്ടനെ നമുക്ക് ഹെൽപ്പ് കിട്ടിയതൊരു ഭാഗ്യം കേട്ടോ. അതാ ഈ ഇതാണ് ആ മരം, നോഹ പേടകം ഉണ്ടാക്കിയ മരം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നിരമ്പാലി എന്ന് പറയും, മോണോകാർപ്പസ് എന്ന് പറയും. മോണോകോർപ്പസ് അല്ലേ? നീരമ്പാലി. മലയാളത്തിൽ പറഞ്ഞ നിരമ്പാലി. ആ, ഇത് ഇവിടെ ഒത്തിരി മരം ഉണ്ടോ? അതെ, ഇവിടെ മൊത്തം 6 മരം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം അവിടെ അപ്പുറത്തുണ്ടായിരുന്നു, അത് താഴെ പോയി, അഴിഞ്ഞു പോയി. പിന്നെ ബാക്കി 3-4 അവിടെ മേളിലുണ്ട്, ഫോറസ്റ്റിലുണ്ടല്ലേ. വനത്തിലുണ്ട്. പക്ഷെ എവിടെ നമുക്കുള്ള അറിയില്ല. പറഞ്ഞിട്ടുണ്ട്, ഒരു സെൻസസ് പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന്. മോനെ ഇങ്ങോട്ട് വാ, അങ്ങ് താഴെ വീണു. ഇതാണ് കേട്ടോ മരം, വലിയൊരു മരം. ഇതിന് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ വല്ലതും കൊടുക്കുന്നുണ്ടോ? അതെ, അങ്ങനെയൊന്നുമില്ല. ആൾക്കാർ വന്ന് അറിയാവുന്നവർ വന്ന് കണ്ടിട്ട് ഈ ബസ്സിലൊക്കെ വരുന്നവർ കാണിച്ചു കൊടുക്കും. ബസ്സുകാർ കാണിച്ചു കൊടുക്കുമല്ലേ. ഈ ഉല്ലാസയാത്ര വണ്ടി വരുന്നവരൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ടൊക്കെ എല്ലാം വരുന്നവർ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അത് ഗൈഡുമാരുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കും, അല്ലാത്തവർക്ക് അറിയാത്തവരിങ്ങനെ പോകും. ഞാൻ ഇങ്ങനെ കേട്ടറിവുണ്ട്, അതാണ് നമ്മൾ അവിടെ പോയിട്ട് പിന്നെ ചോദിച്ച് തിരിച്ചു വന്ന് കഴിഞ്ഞു പോയോന്നൊരു സംശയം വന്നു കേട്ടോ. വലിയ അത്യാവശ്യം നല്ല സൈസുള്ളൊരു മരമാണ് ഇത്. വീഡിയോയിലൂടെ കാണുമ്പോൾ നമുക്കത് അത്ര കറക്റ്റ് അറിയത്തില്ല. അത് റിസർവർ ഗവി ഡാം അല്ലേ? ഇത് ഗവി ഡാമിന്റെ അല്ലേ? കൊച്ചുപമ്പ ഡാമിന്റെ നമ്മളിപ്പോ കഴിഞ്ഞു വന്നല്ലേ. ഇതാണ് കേട്ടോ ചേട്ടന്റെ വീട്, ഈ പച്ച പെയിന്റ് അടിച്ചിരിക്കുന്നത്. മരം കണ്ടിട്ട് കുറച്ച് മുമ്പോട്ട് വന്ന് ആ ചേട്ടനെ ഇറക്കി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് ഒന്ന് നിർത്തി കേട്ടോ. ഇവിടെ ചെറിയൊരു ചെക്ക് ഡാം പോലെ ഒരു ഡാം കാണാം. അപ്പോൾ അതിന് വേണ്ടി പോകുന്ന മക്കളെ വന്നിട്ട് ഇറങ്ങാം. അവിടെ ചിലപ്പോൾ സ്ലിപ്പ് തൗസു പറഞ്ഞാൽ കേക്ക് മോനെ, വീടോടാ ഒരു തവണ വീണതല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് ഈ കൂട്ടത്തിൽ വന്നിട്ട് ആനയെ കണ്ടായിരുന്നോ? കണ്ടു. മരം കണ്ടായിരുന്നോ? ആ, മറ്റേ ഇത് നോഹയുടെ പെട്ടൊക്കെ ഉണ്ടാക്കിയ മരം കണ്ടോ? മുകളിൽ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങുന്നതും ഇവിടെ കുളിക്കുന്നതൊക്കെ അപകടകരമാണ്, അതുകൊണ്ട് ഇവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് മാത്രം പോവാം, താഴേക്ക് പോകണ്ട. ഹൈസൂനെ പിടിച്ചോ നൈസു. ഇത് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കണം. പക്ഷേ ഇത് താഴോട്ട് എങ്ങനെ പോകുന്നത്? ഉറവ പോകുന്നതായിരിക്കും കേട്ടോ. ഇവിടെ പൈപ്പും കൊടുത്തിരിക്കുന്നതാണ്, ഷട്ടറൊന്നും അല്ല, അല്ലാതെ ഓവർഫ്ലോ ആയി പോകുന്ന ഡാമാണ്. നമ്മൾ പെരിയാർ ടൈഗറിൻ്റെ അവിടെ നിന്ന് ആ പാസ് എടുത്ത് കയറിയല്ലോ, പിന്നെ 6 മണിക്കകത്ത് വള്ളക്കടവെന്ന് എക്സിറ്റ് ആയാൽ മതി. 6 മണി വരെ നമുക്കിവിടെ കറങ്ങി നടന്ന് കാണാനുള്ള സമയമുണ്ട് കേട്ടോ. ഈ ഫോറസ്റ്റിന് ഉള്ളിലോട്ടൊന്നും നമുക്ക് കയറി പോകാനുള്ള പെർമിഷൻ ഇല്ല. അത് അവിടെ പോകുന്നതും അവിടെ പോയി വീഡിയോ എടുക്കുന്നതൊക്കെ കുറ്റകരമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോവില്ല. നമ്മൾ ഈ കാണാൻ പറ്റുന്ന ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം കവർ ചെയ്തുകൊണ്ട് നമുക്ക് പോവാം. ഉണ്ടോ അവിടെ കിണർ പോലെ കിടക്കുന്നുണ്ടോ? ഈ വെള്ളം വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒഴുകി പോയിട്ട് ഇതിനകത്ത് വന്ന് ഇത് പെട്ടതാണ്. കൂടെ വന്ന എല്ലാ വണ്ടികളും ഇവിടെ നിർത്തി കേട്ടോ ഇറങ്ങാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് കയറി പോവുകയാണ്. നമുക്ക് അതൊന്നും നോക്കാം, അതിനകത്ത് എന്താണുള്ളതെന്നുള്ളത്. അതിനകത്ത് ഷട്ടർ വല്ലതും ഉണ്ടോ എന്നുള്ളതേ, താഴേക്ക് വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി. ഇത് ഓവർഫ്ലോ ഡാം തന്നെയാണ്, അവിടെ ഫില്ലാകുമ്പോഴത്തേക്ക് അതിന് മുകളിൽ കൂടെ ഓവർഫ്ലോ ആയി പോകുന്ന രീതിയിൽ. പക്ഷേ ഇതിനകത്തേക്ക് ഈ അടിയിൽ നിന്നുള്ള ഊറ്റ് വരുന്നതാണേ വെള്ളം. ഇവിടെ ഷട്ടറുണ്ട്, ഈ പൈപ്പ് വാൾവ് ഓപ്പൺ ചെയ്യുന്നത്. അപായം, ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നത് അപകടം, വനനിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. തൗസും ഹൈസും ഒരു കാരണവശാലും ഇറങ്ങരുത്, അങ്ങനെ എഴുതിയിട്ടുണ്ട് മോനെ. ഹൈസും തൗസും ഇറങ്ങരുതെന്ന്. പോവാം. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ഓടി വന്നപ്പോൾ നല്ലൊരു പാലം കണ്ടു കേട്ടോ. നോക്കിയേ, അത് നമ്മൾ കണ്ട നദിയുടെ കുറുകെയുള്ള പാലം തന്നെയാണ്. പക്ഷെ ഒരു ഭംഗിയുണ്ടല്ലേ, ഇരുമ്പിലെ കൈവരിയും കുറച്ച് മാത്രമുള്ളത്. മുകളിലാണ് അത് നമ്മൾ ഇറങ്ങിയത് കൊണ്ട് അവിടെ മാൻ നിൽക്കണം. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചു നോക്കിക്കോളേ. ഇതിൽ കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല. ദോ കണ്ട മ്ലാവ് ദോ നിൽക്കണ സാമ്പാടിയോ കയറി പോകുന്നു.
ഉണ്ടോ? പോയി. പെട്ടെന്നായിരുന്നു നമുക്ക് വന്നൊരു സൈറ്റിങ് തന്നിട്ട് അത് പതുക്കെ നടന്ന കാത്തേക്ക് കയറിപ്പോയി. പ്ലാവ്, ഏലം പ്ലാന്റേഷൻ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, അവരുടെ പ്ലാന്റേഷൻ ആണ്. ഇതിനകത്തുള്ള പണിക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചന്ദ്രൻ ചേട്ടനൊക്കെ ഇല്ല, അവരുടെയൊക്കെ ആൾക്കാർ ഇവിടുത്തെ ഇതിനകത്തുള്ള പണിക്കാരാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അതാ റോഡെന്ന് പറയുന്ന സാധനമില്ല, മൊത്തം പൊട്ടി പൊളിച്ച് കിടക്കുക. അങ്ങനെ നമ്മൾ ഗവിയിലേക്ക് എത്തി. വെൽക്കം ടു ഗവി. പ്രവേശനം പാക്കേജ് ബുക്ക് ചെയ്തവർക്ക് മാത്രം, അല്ലാതെ വേറെ ആർക്കും ഇവിടെ പ്രവേശനമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ. ഇതാണ് ഗവി ഡാം. ഇപ്പോൾ ഇതെല്ലാം ഫെൻസിങ് വെച്ച് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പോകണമെങ്കിൽ ആ പാക്കേജ് ബുക്ക് ചെയ്ത് വരുന്നവർക്കേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഡേ പാക്കേജ് വരുന്നത് 1700, സ്റ്റേ ആണെങ്കിൽ 3600 പെർ ഹെഡിന് കേട്ടോ. അങ്ങനെ വരുന്നവർക്ക് ഫുഡും സ്റ്റേയും ബോട്ടിങ്ങും ഈ ട്രക്കിങ്ങും ഇതെല്ലാം കൂടെ ചേർത്താണ് ഇതിനകത്ത് ആ പാക്കേജ് വരുന്നത്. ഇതാ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കയറാനും പറ്റത്തില്ല, ഒരു സൗകര്യങ്ങളും ഒന്നുമില്ലതാ. ഇവിടെ ടോയ്ലറ്റോ എന്തൊക്കെ സംഭവമുണ്ട്, അതെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അതായത് ഗവിയിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ വന്ന് വെറുതെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ പോകാന്നുള്ളതല്ലാതെ. ചേട്ടാ ഇവിടെ നിന്ന് ടാക്സി ഓട്ടം കൊണ്ടുവരുന്നു, ഇവിടെ ചെക്കിനാവും. പിന്നെ ഇവിടുത്തെ ഒരു ഗൈഡ് വന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും. ഡേ ആക്ടിവിറ്റി വരുന്നല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, 1 hour ബോട്ടിംഗ്, ട്രക്കിംഗ്, ബേർഡ് വാച്ചിങ്, ഫോറസ്റ്റ് മ്യൂസിയം, ശബരിമല വ്യൂ പോയിന്റ്, ഇത്രയും പാക്കേജ് ആണ്. ഇത് എങ്ങനെ അവര് ഡയറക്റ്റ് ബുക്ക് ചെയ്ത് വരുന്നത്? റിസോർട്ട് ഹോട്ടൽ വഴി നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കും. നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ, ഇല്ലെങ്കിൽ ഓൺലൈനിൽ അവർ നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ വിളിച്ചു ഒരാൾക്ക് 1800 സംതിങ് രൂപ ഈ നിങ്ങൾ വഴി ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ ചെയ്താലും വണ്ടി വാടക വേറെയാണ്. വണ്ടി വാടക കൂടാ, ടിക്കറ്റ് മാത്രം. കോർണർ ആണെങ്കിൽ 500 രൂപ എക്സ്ട്രാ കൂടും. അവർക്ക് കോർണർ എൻട്രൻസ് 500 രൂപയാണ്. നമുക്ക് മലയാളീസുകൾ ഇന്ത്യൻസിന് 45 രൂപ. അത് ശരിയാണ്. ചെക്ക് പോസ്റ്റ് എൻട്രി അല്ലേ. ഒരു വണ്ടിക്ക് 85 രൂപ എൻട്രൻസ് ഫീസ് അടക്കണം. വണ്ടിക്ക് അല്ലേ. അത് കുമളിയിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നതിന് വണ്ടി വാടക എങ്ങനെയാ വരുന്നത്? 3000 രൂപ 3500 രൂപ. 3500 രൂപ. ഒരു ഫാമിലി ഇപ്പൊ കുമളിയിൽ വന്നിട്ട് ഇവിടുത്തെ ഡേ പാക്കേജിന് വരികയാണെങ്കിൽ ചേട്ടൻ മുഖേന എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1850 രൂപ ആവും. അതിന്റെ കൂടെ വണ്ടിയുടെ വാടകയും കൂടെ. വണ്ടി ഒരു 3000-3500 രൂപ അല്ലേ. അപ്പൊ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമല്ലേ? ശരിക്കും തിരക്കുള്ളപ്പോ നേരത്തെ എടുക്കാം. ഒരു ദിവസം മുമ്പ് ബുക്ക് ചെയ്യണം. വീട്ടിലായതുകൊണ്ട് നമ്മൾ എത്ര പേര് വരുന്നോ അത്രയും പേർക്ക് ഇവിടെ മുൻകൂട്ടി അറിയിച്ചെങ്കിലും അവർക്ക് ഭക്ഷണം റെഡിയാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എങ്ങനെയാ ബുക്ക് ചെയ്യുന്നത്? ഓൺലൈനിലാണോ? ഓൺലൈനിൽ ബുക്ക് ചെയ്യും. അവിടെ ഒരു കുമളിയിൽ ഒരു ഓഫീസുണ്ട്. സ്ഥിരം വരുന്നതുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചു പറയും ഇത്ര ടിക്കറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് നിർത്തും. എത്ര ടിക്കറ്റ് ആണ് ഇവിടെ ഒരു ദിവസം കൊടുക്കുന്നത്? 100 ടിക്കറ്റ്, 120 ടിക്കറ്റ്, അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ ചേട്ടന്റെ നമ്പർ ഒന്ന് ഇതിൽ കൂടെ ഒന്ന് പറയാം. 944 733 1018 സുരേഷ്. ഓക്കെ, ഞാൻ നമ്പർ താഴെ എഴുതിയും കൂടെ കൊടുത്തേക്കും കേട്ടോ. ആൾക്കാരെ കണ്ടിട്ട് വിളിച്ചിട്ട്. നേരത്തെ കൊണ്ടുവന്നവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. അവരെ വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് ഇപ്പൊ അവരത് ഭക്ഷണം കഴിക്കാൻ. ശരിക്കും ഗവിയിൽ എന്തെങ്കിലും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാക്കേജ് എടുത്ത് വന്നാലേ ഉള്ളൂ അല്ലേ. പാക്കേജ് ഇല്ലാതെ വള്ളക്കടവിൽ വന്നിട്ട് അവിടെ ഫോറസ്റ്റിന്റെ ബസ് ഉണ്ട്. അതിലൊരാൾക്ക് 250 രൂപ 300 രൂപ കൊടുത്ത് അവർ ജസ്റ്റ് ഇവിടെ വരെ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. പാക്കേജ് ഇല്ല. പാക്കേജ് എടുക്കണമെങ്കിൽ ഈ 1800 സംതിങ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആക്ടിവിറ്റീസ് മൊത്തം ചെയ്യാൻ പറ്റും. ഇതിന് മേലെ കയറി പോയിരുന്ന ശബരിമലയൊക്കെ കാണാൻ പറ്റും. അത് നമ്മൾ പോകാൻ പറ്റും. അത് പാക്കേജ് എന്നുവെച്ചാല് സത്രം വ്യൂ പോയിന്റ്. സത്രം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഓഫ് റോഡാണ്. ഈ ഇതിന്റെ എൻട്രൻസ് തുടങ്ങുന്നതിന്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി പോയാൽ ഒരു ഓഫ് റോഡ് ചെയ്തു. ഈ ടൈഗർ റിസർവ് തന്നെ അതിന്റെ ഒരു ബോർഡറിൽ ഓഫ് റോഡാണ്. വള്ളക്കടവിൽ അവിടെ ഈ ആനയും കട്ടുപോത്തും മ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്കപ്പോഴും കിട്ടുന്നുണ്ട്. ഇന്നലൊക്കെ 8 ആന ഉണ്ടായിരുന്നു. അത് ശരിയാ. അത് വേറൊരു എക്സ്പീരിയൻസ്. ഇങ്ങനെ മല കയറി ഇറങ്ങി ഇങ്ങനെ ഒരു ഓഫ് റോഡാണ്. അതൊരു 3 hour പാക്കേജാണ്. അതിന് 2000 രൂപയാണ്. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ കാറിൽ വരുന്നവർക്ക് ഇവിടെ എന്ത് ആക്ടിവിറ്റി അല്ലെങ്കിൽ നേരെ കണ്ടുപോകാൻ കണ്ടിറങ്ങി പോകാനേ പറ്റുള്ളൂ. വേറെ ഒന്നിലോട്ട് ഇറങ്ങാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അതാണ് അവിടെ. ബോട്ടിങ്ങോ കുട്ടവഞ്ചിയോ എല്ലാം ആവുന്നില്ല. കൊട്ടവഞ്ചി കൊച്ചു മുംബൈയില് ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ അത് വെള്ളം കുറവായതുകൊണ്ടാണ് നിർത്തി തന്നത്. അവിടെ ഇങ്ങനെ വരുന്നവർക്ക് കുട്ടവഞ്ചി ചെയ്യാം. അവിടെ 200, 250, 300 കൊടുത്ത് നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഡാമിന് മുകളിൽ കൂടെ വണ്ടി ഓടിച്ച് അങ്ങ് അപ്പുറം പോകും കേട്ടോ. ഇത് ശബരിമലയ്ക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ്. അതും ഈ പാക്കേജ് എടുത്താൽ മാത്രമേ ആ ട്രക്കിംഗ് ഇതിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗവിയിലേക്ക് വരണമെങ്കിൽ ഈ വണ്ടി ഓടിച്ച് ഇതിലേ വരുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ പാക്കേജ് എടുത്തിട്ട് വരികയായിരിക്കും നല്ലത് കേട്ടോ. ആ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കേജ് എടുക്കാൻ പറ്റും. അല്ലാതെ ഈ ആങ്ങമൂഴിയിൽ നിന്ന് കയറി റോഡെ വണ്ടി ഓടിച്ച് വന്ന് ഈ ഗവിയിൽ വരുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ മടുത്തു പോവും. ഉള്ള സത്യമാണ് പറയുന്നത്, ഉള്ള മടുത്തു പോവും. നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ടോടി ഒന്നൊരു തണൽ നോക്കി നിർത്തി കേട്ടോ. ഉള്ള സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേസ്റ്റൊക്കെ എടുത്ത് ഭദ്രമാക്കി തന്നെ കൊണ്ടുപോകും, ഇവിടെ ഒന്നും ഇടണ്ട. അങ്ങനെ ഗവിക്ക് തൊട്ട് മുകളിൽ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെ നമ്മൾ അതിനകത്ത് പോയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ആ ചേച്ചിയുടെ നിന്ന് 2 ഊണ് വാങ്ങിയായിരുന്നു. അതുപോലെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്തുനിന്ന് ഒരു 5 പൊറോട്ടയും 2 ബീഫ് കറിയൊക്കെ വാങ്ങിയായിരുന്നു. അതെല്ലാം കൊള്ളായിരുന്നു. ആ ഊണ് കൊള്ളായിരുന്നു. അതിനകത്ത് മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പൊറോട്ടയും നല്ല ബീഫ് കറിയായിരുന്നേ. അതെല്ലാം കൂടെ നമ്മൾ കഴിച്ച് എന്നിട്ടും അവിടെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഫുഡ് വേസ്റ്റും ഇലയും ഒക്കെ നമ്മൾ അവിടെ മാറ്റി അങ്ങോട്ട് ഇട്ടു. ബാക്കി പ്ലാസ്റ്റിക് കംപ്ലീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്ലാസും പ്ലേറ്റും സൈഡ് എല്ലാം എടുത്തതായി ഇത് കണക്ക് കെട്ടി കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റൂമിൽ പോയിട്ട് റൂമിൽ ഡിസ്പോസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ നമ്മൾ വന്ന കണക്ക് ഇതുപോലെ വരുമ്പോൾ ശ്രദ്ധിക്കുക. വലിയ കാര്യമൊന്നുമില്ല ഇതിലിങ്ങനെ വരുന്നതുകൊണ്ട്. ഫുഡ് കൊണ്ടുവരാതെ വരരുത്. വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഫുഡ് നിങ്ങൾ ഉറപ്പായിട്ടും പുറത്തുനിന്ന് എടുത്തിരിക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ വരണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പോവും. ഇപ്പോഴും നല്ല റോഡ് കേട്ടോ. നല്ല റബ്ബറൈസ്ഡ് ടാറ് ചെയ്തിട്ടുള്ള റോഡ് തന്നെയാണ്. വീതി കുറവാണ്, പക്ഷേ കൂടെ ഹമ്പുകളുണ്ട്. അത് ഈ അനിമൽ ക്രോസിങ് ഉള്ളതുകൊണ്ടാണ്, സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹമ്പ് കൊടുത്തിരിക്കുന്നത്. ഇതാ രാവിലെ പത്തനംതിട്ടയ്ക്ക് നിന്ന് കുമിളിക്ക് പോയ ബസ് തിരിച്ചു വരികയാണ് കേട്ടോ, KSRTC. കണ്ടോ, അതേ നമ്മളെ കാത്തൊരു സാമ്പാട്ടിയാണ്. കുറച്ചിങ്ങോട്ട് ഓടി വന്നപ്പോൾ നമ്മളെ നോക്കി രാശാൻ അവിടെ നിൽക്കണണ്ട. അതവിടെ ഒരു കൂസലും ഇല്ലാതെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അത് നോക്കുന്നുണ്ട് കേട്ടോ, നമ്മളങ്ങോട്ട് ചെല്ലുന്നു ഉപദ്രവിക്കുന്നു എന്നൊക്കെ. നമ്മൾ ചെല്ലുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവനും പ്രശ്നമില്ല, അവനെ നിന്ന് കഴിക്കുക. അപ്പം അതൊക്കെ അകത്തോട്ട് ആണാണ്, മെയിലാണ്, അകത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. ആനയല്ല, സാമ്പാടിയർ, മ്ലാവ്. കണ്ടോ? ഓപ്പോസിറ്റ് ഒരു അരുവിയാണ്. നോക്കിയ കറുത്ത വെള്ളം, കറാ കിടക്കുന്ന വെള്ളം. അവൻ പോകുന്നില്ല കേട്ടോ, അവൻ അവിടെ തന്നെ ഉണ്ട്. അവൻ പതുക്കെ നൈസിനിങ്ങനെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് നിൽക്കുകയാണ്. വെക്കേഷൻ അങ്ങ് ആസ്വദിക്കുകയാണ് അവന്. നമ്മൾ പോവാം, ചലിക്കാം. നല്ല രസമുണ്ടല്ലേ ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കാം, നല്ല തണുപ്പും, വെയിലിന് ചൂടും ഉണ്ട്, എന്നാൽ തണുപ്പും ഉണ്ട്. മീൻ കാണും കേട്ടോ ഈ വെള്ളത്തിൽ. നമ്മൾ അങ്ങനെ വീണ്ടും ഒരു ഗ്രാമത്തിലേക്ക് എത്തി കേട്ടോ. നീ തോന്നുന്നു വണ്ടിപ്പെരിയാറായി എന്ന് തോന്നുന്നു. അല്ല, വണ്ടിപ്പെരിയാറല്ല, വള്ളക്കടവായി. ഇപ്പോൾ നമ്മൾ ഗവിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാനുള്ള ടൈം ആയിരിക്കുന്നു. ഇതാ ഈ ചെക്ക് പോസ്റ്റിലാണ് നമുക്ക് കൊടുക്കുന്നത്. താങ്ക് യു ഫോർ കീപ്പിംഗ് പൂങ്കാവനം ക്ലീൻ, വള്ളക്കടവ് റേഞ്ച്. ഈ ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് നമ്മൾ ആ സ്ലിപ്പ് ഇവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർ വണ്ടി ചെക്ക് ചെയ്യും, ഡിക്കിയൊക്കെ തുറന്ന് ചെക്ക് ചെയ്യും. വനത്തുനിന്ന് എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ചെക്കിംഗ് ആണ്. അപ്പോൾ ആ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പോവുകയാണ്. ടാറ്റ ഗവി, ടാറ്റ വള്ളക്കടവ്. ഇതാണ് വള്ളക്കടവ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പോകുന്നതാണ് സത്രം കേട്ടോ. ആ സത്രത്തിൽ നിന്നാണ്
പുൽമേട് വഴി നടന്നുള്ള അയ്യപ്പ ഭക്തർ പോകുന്നത്. ആങ്ങമൂഴി എന്ന് കയറിയപ്പോൾ ഞാനൊരു കിലോമീറ്റർ പറഞ്ഞത് 130 എത്രയാണെന്ന് തോന്നുന്നു, 37 38 ആണെന്ന് തോന്നുന്നു. അപ്പോൾ വള്ളക്കടവിൽ നമ്മളൊന്ന് ഇറങ്ങുമ്പോൾ 219 കിലോമീറ്റർ ആയി കേട്ടോ. അപ്പോൾ ഏകദേശം 70-80 കിലോമീറ്റർ നമ്മൾ വനത്തിൽ കൂടെയാണ് വന്നത്. സമയം 3 മണിക്കാണ് നമ്മൾ എക്സിറ്റ് ആയത്. വള്ളക്കടവെന്ന് വണ്ടിപ്പെരിയാറിലേക്ക് ഇറങ്ങിയപ്പോൾ തേയിലത്തോട്ടമൊക്കെ കാണാൻ കേട്ടോ, കുമളി പോകുന്ന വഴിക്ക്. ഇതാ ഇവിടെ കണ്ടോ, പീരിമേടാണ് ഇവിടുത്തെ നിയോജക മണ്ഡലം. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് തമിഴിലും ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുമളിയിലെത്തി കേട്ടോ. കുമളിയിൽ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇന്ന് നമ്മളൊരു ഹോം സ്റ്റേയിലാണ് താമസിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 4 ബെഡിൻ്റെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി കയറിയിട്ട് കാണിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗവി യാത്ര? ഗവി ഇങ്ങനെയാണ് ഗവി. ഗവിയിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചൊരു ഗവി യാത്ര വന്നാൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. ബൈ ബൈ പറഞ്ഞേക്കി. ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. നാളെ കുമളി വിശേഷങ്ങളുമായിട്ട് കാണാം. എവിടെയാണ് നമ്മൾ താമസിക്കാൻ പോണ്? ഇവിടെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നമ്മുടെ 4 ബെഡ് റൂമാണ്. വലിയ റൂം തന്നെയാണ്. 2 വലിയ ഡബിൾ കോട്ടുണ്ട്. കൊള്ളാം, നല്ല സെറ്റ്. നമുക്കിത് മതിയല്ലോ, ധാരാളം. ഇവിടെയാണ് വാഷ്റൂം വരുന്നത്. വാഷ്റൂം നല്ല വാഷ്റൂം തന്നെയാണ്. ബെഡ് ഇതാണ്, ബെഡ്ഷീറ്റ് ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി പോലെ ഒരു സംഭവം ചെയ്തിട്ടുമുണ്ട്. കൊള്ളാം.